8ാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠത്തിലേക്കാണ് കടക്കുന്നത്. പാഠത്തിന്റെ പേര് താളുകൾക്കിടയിൽ ഒരു മയിൽപീലി. ഇത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഉത്തരാധുനിക കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയായിട്ടുള്ള പ്രിയ AS എന്ന് പറയുന്ന കഥാകാരിയാണ്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: വാടാതെ നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ളത് ഈ സ്നേഹം. അപ്പൊ ആ സ്നേഹത്തിന്റെ മഹത്വത്തെയാണ് ഇവിടെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. വാടാതെ നിത്യവും എന്നും ജീവിതവാടിയിൽ, ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ പൂവിടാറുള്ളത് ഈ സ്നേഹം. സ്നേഹമാണ് നമ്മുടെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ നിത്യവും വാടാതെ വിടരുന്ന പൂവെന്നാണ് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ച് പല കവികളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നും, സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം എന്നൊക്കെയുള്ള കവിവാക്യങ്ങൾ നിങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുക. ഇവിടെ ഈ കഥയിൽ ഒരു മനോഹരമായ സൗഹൃദത്തെക്കുറിച്ചാണ്, രണ്ട് കുട്ടികൾ തമ്മിൽ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള ആ മനോഹരമായ ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് ഈ കഥ വിവരിക്കുന്നത്. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. താളുകൾക്കിടയിൽ ഒരു മയിൽപീലി. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. താളുകൾക്കിടയിലെ മയിൽപീലി നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കുഞ്ഞ് മയിൽപീലികള് ഈ പുസ്തകത്താളുകളിൽ മറച്ചു വെച്ചിട്ട് ആകാശം കാണിക്കാതെ കൊണ്ട് നടന്നാൽ അതിൽ നിന്ന് മയിൽപീലി കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നൊരു വിചാരം ഒരു തലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവരതെങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന കാലത്ത് ഇതിങ്ങനെ ബുക്കുകളുടെയും പുസ്തകത്തിൻ്റെയും ഒക്കെ താളുകൾക്കിടയിൽ ഈ മയിൽപീലി സൂക്ഷിക്കുന്ന ഒരു രീതി മുമ്പുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാൻ ഇങ്ങനെ. വേദനകളുടെ ലോകത്ത് നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതും എന്ന് തോന്നും. വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ട് ഓടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എൻ്റെ അസുഖം തിരക്കിട്ടെത്തുകയായി. നിരന്തരം അസുഖങ്ങൾ വന്ന് പള്ളിക്കൂടത്തിലേക്ക് പോകാൻ കഴിയാതെ വരുന്ന ഒരു കുട്ടിയുടെ സങ്കടത്തോടെയാണ് നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത്. ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ, നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും 1ാം സ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലം എന്ന് പറയുന്നത് കുട്ടിക്കാലമാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലം അല്ലേ? അത് സ്കൂളിലെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കാലം. ഒന്നിനെക്കുറിച്ചും ആകുലതകളില്ലാതെ ഉല്ലസിച്ച പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു കാലം. ആ കാലത്താണ് ഈ കുട്ടിക്ക് നിരന്തരം അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ്. എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2-3 പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ, ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനമായതും നീലകണ്ഠനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. പ്രകാശമാനം, ഏറ്റവും പ്രകാശമുള്ളത് ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അവൻ്റെ പേര് നീലകണ്ഠൻ എന്നാണ്. അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷച്ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാവും. കുറേയേറെ ദിവസം സ്കൂളിൽ വരാതിരുന്നാൽ സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ മറന്നു പോകുമല്ലോ. പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തു എന്ന പോലെ ചേർത്ത് പിടിച്ച് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവിളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്വത്തോടെ എന്നെ നോക്കും. എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടി പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരും. അപ്പോൾ വളരെ അപൂർവമായി സ്കൂളിൽ ചെല്ലുന്ന കുട്ടിയെ കാണാനായിട്ട് സ്വന്തം ക്ലാസ്സിലെയും മറ്റു ക്ലാസ്സിലെയും ഒക്കെ കുട്ടികൾ വരുന്നതിനെ, അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ വന്ന് കുശലം ചോദിക്കുന്നതിനെയൊക്കെ അവൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? അറിയാതെ അബദ്ധം പറ്റി വീട്ടിലേക്ക് കയറി വന്ന ഒരു മൂങ്ങയെ കാണാനായിട്ട്
അയൽവക്കത്തുള്ളവരൊക്കെ വന്ന് ചുറ്റും കൂടി നിന്നത് ഓർമ്മ വരും. അത്രത്തോളം ഒരു ഒറ്റപ്പെടലാണ് അവൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്ക് മീതെ കൂടി കെട്ടിയ സ്കാർഫിന്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു. ചുറ്റുമൊഴുകി പരന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണം തോന്നി. അപ്പൊ അത്രയും അപരിചിതമായ ഒരു ചുറ്റുപാടിൽ ചെന്ന ഒരു കൊച്ചുകുട്ടിക്ക് അവൾക്ക് വല്ലാത്ത അപരിചിതത്വം തോന്നിയോ, താനിവിടെ ആരുമല്ല, അല്ലെങ്കിൽ തന്നെ അറിയുന്ന ആരുമില്ലെന്നുള്ള തോന്നൽ. മുറ്റത്തെവിടെയോ തകർത്ത് നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്ന് ഓർമ്മിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങിത്തീർത്തു. അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എൻ്റെ അടുത്ത് വന്നതെന്ന് നീലകണ്ഠൻ പറയും. അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നല്ലോ എന്നാണ് അവൻ്റെ പറച്ചില്. അപ്പം ആ ഒരു സൗഹൃദം, അല്ലെങ്കിൽ അവനാണ് ആ അപരിചിതർക്കിടയിൽ അവളുടെ ആകെ ആശ്വാസം നീലകണ്ഠൻ. ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു, താര, അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും. എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണെന്ന് വലിയ സാന്ത്വനം പോലെ പറയും. അവന് ഇവളെ സമാധാനിപ്പിക്കാൻ പറയാം, വളരെ എളുപ്പമാണ്, ഒട്ടും പ്രയാസമില്ല, കഴിഞ്ഞ പാഠങ്ങളൊക്കെ വളരെ എളുപ്പമാണെന്ന് പറയും. എൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ഭക്രാനങ്കലിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപ്പായി ലഹളയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേരു വിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും. അവളില്ലാത്തപ്പം എഴുതിയിട്ടുള്ള നോട്ടുകളൊക്കെ അവൾക്ക് ചെല്ലുന്ന ദിവസം അവൻ എഴുതി കൊടുക്കും. ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിന്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തിത്തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല. ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടന്നു. ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല. അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല. അതായത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം സ്കൂളിൽ ചെല്ലുന്ന കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടിട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആര് കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്ക് ഓടി. കൈലി ഉടുത്ത് ബ്ലൗസിനു മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങി കരയുന്നതിനരികെ നീലകണ്ഠൻ. എത്ര നാളായിട്ട് കാത്തിരിക്കുന്നതാണ് അല്ലേ? എവിടെയെല്ലാം അവളുടെ കണ്ണുകൾ പരതിക്കൊണ്ടിരിക്കുകയാണ് നീലകണ്ഠനെ. ഇപ്പോഴിതാ നീലകണ്ഠൻ മുമ്പിലെത്തി. പോണേന് മുമ്പ് മോളെ കാണാൻ വരണമെന്ന് വാശിയല്ലായിരുന്നോ ഇവന്? എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞു. എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി നീലകണ്ഠൻ എന്ന് ആർത്തു വിളിച്ച് ഞാൻ നീലകണ്ഠന്റെ അടുത്ത് ചെന്ന് നിന്നു. അപ്പോൾ ആ കൂട്ടുകാരനെ കുറെ നാള് കൂടി കാണുന്നതിലൂടെ സന്തോഷം അവള് പെട്ടെന്ന് അമ്മയുടെ കൈ വെടിവിച്ച് ഓടി നീലകണ്ഠന്റെ അടുത്തെത്തി. നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു. അവന് കൈകൾ കൊണ്ട് വായുവിൽ പരതിയിട്ടാണ് അവളുടെ കയ്യിൽ പിടിച്ചത്. എന്താണ് ഇങ്ങനെ? അവൾ അതിശയിച്ചു പോയി. എന്താണ് ഇവൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അപ്പൊ ജയന്തി പറഞ്ഞ രഹസ്യം അവക്ക് അപ്പോൾ ഓർമ്മ വന്നു. അവന് കണ്ണ് കണ്ടുകൂടാത്രേ. നീലകണ്ഠന്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു, മന്ദാരപ്പൂ പോലെ. ആ നിഷ്കളങ്കമായ ചിരി. അപ്പോഴും ആ വേദനയിലും അവന് ആ ചിരി നഷ്ടപ്പെട്ടിട്ടില്ല. മന്ദാരപ്പൂ പോലെ മനോഹരമായിട്ടും നല്ല ഭംഗിയായിട്ട് അവൻ ചിരിച്ചു. ഇവന്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോകുവാണ്. അങ്ങ് കിഴക്കൻ നാട്ടിൽ ഇവന്റെ അമ്മാവന്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നേ. നീലകണ്ഠന്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി. ശബ്ദമില്ലാത്ത കരച്ചിലേക്ക് എത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഇവന് എന്തോ സംഭവിച്ചിരിക്കുന്നു അല്ലെ? അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. അവന്റെ ചികിത്സയ്ക്കായിട്ട് അവർക്ക് മറ്റു മാർഗമില്ലാതെ തീർത്തും ദരിദ്രരായ അവര് വീട് വിറ്റിട്ട് മകനെ ചികിത്സിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവര് ഈ നാട് വിട്ട് കിഴക്കൻ നാട്ടിലേക്ക് അവന്റെ അമ്മാവന്മാരുടെ അടുത്തേക്ക് അമ്മാവന്റെ കൂടെ കഴിയാൻ പോവുകയാണ്. അമ്മയെ ആ പെൺകുട്ടിയുടെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്നത്തളിര് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ കഴിഞ്ഞ കാലങ്ങളൊക്കെ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അവൻ ആ കൂട്ടുകാരിക്ക് കുറച്ച് ചെറുപുന്ന തളിർ കൊണ്ടുവന്നു. തളിർത്ത് നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നും അവൻ്റെ ആ വർണ്ണന എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠന്റെ ശബ്ദം ഒരു വിറയലോടെ വന്നെന്നെ തൊട്ടു. അവൻ പറയാറുണ്ട്, ചെത്തി പൂത്തു നിൽക്കുന്നത് പോലെയാണ് ഈ ചെറുപുന്ന തളിർത്ത് നിൽക്കുന്നത് കണ്ടാലെന്ന് പറയാറുള്ളത് അവള് ഓർമ്മിച്ചു. നീലകണ്ഠന്റെ ശബ്ദം ഒരു വിറയലോടെ വന്നെന്നെ തൊട്ടു. ഒരല്പം വിറയാർന്ന അവന്റെ ഒച്ച. അത് വെട്ടി വിറ്റു, തീർത്താലും തീരാണ്ടല്ലേ കടം. അപ്പൊ അവസാനത്തെ തളിരാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വെട്ടി വിറ്റു. കാരണം എന്താണ്? ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം
പണം ആവശ്യമുണ്ട്. അത് ഓരോരോ പണം കടം മേടിക്കുമ്പോൾ, ഓരോരോ ആവശ്യത്തിന് പണം കടം മേടിക്കുമ്പോൾ അതിങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. അവസാനം എന്തെങ്കിലും മാർഗം കാണാനാവാതെ അവർ ആ മരവും വിറ്റിരിക്കുകയാണ്. അതോടെ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി. അപ്പം എന്തോ നീലകണ്ഠന് സംഭവിച്ചു എന്നുള്ളത് അവൾക്ക് വ്യക്തമായി ബോധ്യമായി. എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു, എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുകയാണ്. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. ഉണ്ടോ? അത്രയും തൻ്റെ കൂട്ടുകാരിയോടുള്ള ആ സ്നേഹമാണ് അവൻ കാണിക്കുന്നത്, അല്ലേ? എന്തിനാണ് കരയുന്നത്? ഞാൻ കരയുന്നില്ലല്ലോ, എനിക്കല്ലേ ഇപ്പം ഇത്രയും പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടായത്, എന്നിട്ട് ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നില്ലേ എന്നാണ് അവൻ അവളെ ശക്തിപ്പെടുത്തി. പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു. കുഞ്ഞമ്മ വാങ്ങി തന്ന പാദസരം തൊട്ടു നോക്കി. ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. ഈ നല്ല ഭംഗിയുണ്ടെന്ന് കാണാത്ത പാദസരത്തെക്കുറിച്ച് അവൻ പറയുന്നത് എന്തിനാണ്? അവളെ സന്തോഷിപ്പിക്കാനാണ്. ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. അവൻ ആദ്യമായിട്ടാണ് ഈ വലിയൊരു വീട്ടിൽ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ വീടാണെന്ന് അവൻ അതിശയിച്ചു. എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്? അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു. അവനിപ്പം പുസ്തകവുമായിട്ട് അല്ലെങ്കിൽ പള്ളിക്കൂടവുമായിട്ട് ഒന്നും ഒരു ബന്ധവുമില്ല, അല്ലേ? അവൻ്റെ കാഴ്ച നിന്നതോടുകൂടി ഇതൊക്കെ അവന് അന്യമായി തീർന്നു. അതുകൊണ്ട് അവൻ അവളോട് പറയുകയാണ്, എന്താണ് ഇപ്പം പഠിപ്പിക്കുന്നത്? ആ പുസ്തകമൊക്കെ ഒന്ന് തൊട്ട് നോക്കി. എന്നിട്ട് പറയുകയാണ്, ഇപ്പം പഠിപ്പിക്കുന്ന ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന് നീലകണ്ഠന്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. അപ്പം അവർക്ക് കരയാൻ മാത്രമേ ഉള്ളൂ, സാധുസ്ത്രീക്ക് കഴിയുള്ളൂ. ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠന്റെ ചിരി മങ്ങി. എന്തിനാണ് അവൻ ആ പെൻസിൽ, അല്ലെ? ഇനി എനിക്ക് എന്തിനാ പെൻസിൽ? അത് അവൻ ചോദിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു, ഇതിനെന്താ നിറം? എല്ലാ നിറങ്ങളിൽ നിന്നും എല്ലാ സന്തോഷങ്ങളിൽ നിന്നും അവൻ അന്യനായി കഴിഞ്ഞു, അല്ലേ? ഇതിനോ? കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. അപ്പം ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതിനോ എന്താണ് നിറം? അവൻ ആ നിറങ്ങളൊക്കെ അറിയണം. ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോ, ഇനി എനിക്ക് പഠിക്കാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടി അതും കൂടെ നീ പഠിക്കണം എന്നൊരു ഒരു കാര്യവും കൂടെ അല്ലെങ്കിൽ ഒരു ആവശ്യവും കൂടെ ഉന്നയിച്ചുകൊണ്ട് ഒരു തമാശ പോലെയാണ് അവൻ പറഞ്ഞത്. പക്ഷെ അത് ഏറെ മനസ്സിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ട് കയറുന്ന ഒരു വാക്കുകൾ തന്നെയായിരുന്നു. ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ എന്ന് തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി. എന്താണ് പൊട്ടിച്ചിരി ആണെങ്കിലും അതിൽ ഈറൻ അണിഞ്ഞിട്ടുണ്ട്, ഒരു നനവുണ്ട്. എന്തിൻ്റെ നനവാണ്? ആ ദുഃഖത്തിൻ്റെ, വേദനയുടെ, നൊമ്പരത്തിൻ്റെ, അല്ലേ? നഷ്ടപ്പെട്ട പല സൗഭാഗ്യങ്ങളുടെയും നനവാണ് അതിലുള്ളത്. ഇങ്ങനെ ഒരു പൊട്ടിച്ചിരി ഉതിർത്തുകൊണ്ട് നീലകണ്ഠൻ നടന്നു നീങ്ങി. വളരെ മനോഹരമായ, ആസ്വാദകരുടെ മനസ്സിനെ വളരെ അധികം സ്പർശിക്കുന്ന ഒരു കഥയാണ്. ഒരു സൗഹൃദത്തിൻ്റെ ആഴം എത്രത്തോളമാണ്, അല്ലേ? നമുക്കറിയാമല്ലോ, നമുക്ക് കുട്ടിക്കാലത്തുണ്ടാകുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും പലപ്പോഴും നിലനിന്ന് കാണാറുള്ളത്. കാരണം അത്ര നിഷ്കളങ്കമായ ഒരു കാലത്താണ് നമ്മൾ അത്തരം സൗഹൃദങ്ങൾ, ഒരു ഉപാധിയും ഇല്ലാതെയാണ് നമ്മൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സൗഹൃദത്തെക്കുറിച്ച് മനോഹരമായ ഒരു കഥയാണ് ഇവിടെ പ്രിയ എസ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് പോലെ പ്രിയ എസിൻ്റെ കഥകൾ എന്നുള്ള കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കഥ. അവരുടെ പ്രധാനപ്പെട്ട കഥകൾ എന്ന് പറഞ്ഞാൽ പൂക്കാതിരിക്കാൻ എനിക്കാവില്ലേ, മോഹജ്വാല, ഓർമ്മയാണ് ഞാൻ, ജാഗരൂക, മഞ്ഞമരങ്ങൾ ചുറ്റിലും, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കഥകൾ അവരുടേതായിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.